നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുമോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മള് ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എപ്പോ ഒഴിഞ്ഞു പോകണമെന്ന് അറിയണം, അവർ തന്നെ പോകുമെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭവാനി. ഓം നമ ശിവായ. ഓം നമ ശിവായ. കുറച്ച് കാർഡുകൾ വീണിട്ടുണ്ട്, പിന്നെയും വരുന്നുണ്ട് കാർഡുകൾ. അപ്പൊ കുറച്ചധികം ആളുകൾക്കുള്ള മെസ്സേജ് ആണ് വരുന്നത്. നോക്കട്ടെ. ഭവാനി. ഓം നമ ശിവായ. ഇന്നലെ ശിവരാത്രി ആയിരുന്നു. ചിലരെങ്കിലും ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ശിവരാത്രിയോടനുബന്ധിച്ച് പലരുടെയും ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഭഗവാനെ. അപ്പൊ നമുക്ക് നോക്കാം. കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പലരോടും പറയുന്നുണ്ട്. അത് ചക്രാസ് ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. പല കാര്യങ്ങളും നമ്മളുടെ ചക്രാസ്, പല ചക്ര നമ്മളുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതെല്ലാം അലൈൻഡ് ആയിട്ട് എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ, ബ്ലോക്ക് ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് നല്ല സ്പിരിച്വാലിറ്റിയും എല്ലാത്തിലും നല്ലത് നമുക്ക് ഉണ്ടാവുന്നത്. ബന്ധങ്ങളിലും നമ്മളുടെ സാമ്പത്തികത്തിലെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക അസ്വസ്ഥതകൾ, മൊത്തത്തിൽ എനർജിയിൽ ഒരു പ്രോബ്ലം വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലുമൊക്കെ ചക്രയില് ബ്ലോക്ക് ഉണ്ടാവും. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോടും നിങ്ങളോട് തന്നെയും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഇപ്പോ നിങ്ങൾക്ക് ചീത്തയായിട്ട് തോന്നുന്നെങ്കിലും ഭാവിയിൽ അത് നല്ല കാര്യങ്ങളായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ എല്ലാവരും ഭഗവാന്റെ, ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ കടാക്ഷം നിങ്ങളുടെ മുകളിൽ എപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അയാളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് ദൈവം തരുമെന്ന് വിശ്വസിക്കണം. പിന്നെ അടുത്ത കാർഡ് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ, ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ പുറത്തുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ എനർജീസിന്റെ